ഇടുക്കി ജില്ലയിൽ തൊടുപുഴ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഞാനുള്ളത്. നമ്മളെ വീട്ടിന്റെ കിച്ചണില് ഏകദേശം ഒരു 10-15ഓളം ഉപയോഗം ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക് ബോക്സ് ആണ്. ഇതിൽ ഒരുപാട് സംഭവമുണ്ട്. നമുക്ക് കിച്ചണിൽ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ഈ ഒരു ബോക്സിലുണ്ട്. ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവരുടെ സ്ഥാപനത്തിന്റെ പേര് ETU വുഡ് ഇൻഡസ്ട്രീസ് എന്നാണ്. മെയിൻ ആയിട്ട് ഇവർ ചെയ്യുന്നത് ഓൺലൈനാണ്. ഓൺലൈനായിട്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ അയച്ചു തരും. നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കും. ഇവരുടെ അടുത്ത് വുഡിന്റെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണിത്. ഞാൻ തൊടുപുഴയിൽ നിന്ന് ഈ വണ്ണപ്പുറം ഭാഗത്ത് വന്നപ്പോൾ ഞാൻ ഇവരുടെ ഷോപ്പ് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് കരുതി. ഇദ്ദേഹമാണ് എന്താ ചേട്ടാ പേരെന്താ? എന്റെ പേര് ജനീഷ്. ETU ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ്. നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന സംഭവങ്ങൾ? നമ്മുടെ അടുത്ത് വുഡിന്റെ എല്ലാ സൈസുള്ള മൾട്ടിപർപ്പസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും മരത്തിന്റെ പ്രോഡക്റ്റുകളും എല്ലാം തന്നെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ അതൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതൊരു വെറൈറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു സംഭവം. ഇതൊരു 10ഓളം ഉപയോഗങ്ങൾ നമുക്ക് അടുക്കളയിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് അധികം ആരൊന്നും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. വളരെയധികം അടുക്കളയിലൊക്കെ വീട്ടമ്മമാർക്കൊക്കെ എല്ലാം വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഉപയോഗങ്ങൾ ഓരോന്നായിട്ട് ഞാൻ കാണാം. ഇതിന്റെ ഉപയോഗങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് കിച്ചണിൽ ഒരുപാട് സംഭവങ്ങൾ ആവശ്യമാണ്. അതെല്ലാം കൂടെ ഈ ബോക്സിനകത്ത്. അതെ, ഇതിന്റെ ഒരു ഫസ്റ്റ് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് നമ്മൾ മേശപ്പുറത്തോ അടുക്കളയിൽ സ്ലാബിൽ നമുക്ക് ഇതേപോലെ ഫിക്സ് സിമ്പിൾ ആയിട്ട്. അതിനുശേഷം ഇതുണ്ടോ നല്ലൊരു ചിരവ നമ്മൾ ഇതിനകത്ത് തീർക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാ? ഇത് തേക്കാണ്, തേക്കൂട്ടാണ്, നല്ല നാടൻ തേക്കാണ്. അപ്പൊ ഇതിങ്ങനെ എടുത്തു അത് നമ്മളിങ്ങനെ ചേർന്ന് നിന്നിട്ട് ഇവിടെ ലോക്കായി നല്ല ഷാർപ്പാണ്. നമ്മൾ ഇതിന്റെ ഈ ചിരവനാക്ക് നമ്മൾ സ്വന്തം ഒലയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മളൊക്കെ നല്ല ഷാർപ്പ് അതുണ്ട്. നമ്മൾ സാധാരണ വീട്ടില് ലേഡീസൊക്കെ ഈ സ്ലാബിൽ വെച്ചെന്ന് തേങ്ങ ചിരട്ടുന്ന ചിരവൊക്കെ ഇങ്ങനെ തെറിച്ചു നല്ല വൈബ്രേഷൻ ഒട്ടും തെറിക്കില്ല. അതുകൊണ്ടോ ഇത്ര സ്പീഡ് തെറിച്ചാൽ പോകില്ല. കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ഉപയോഗം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഇരുന്ന് ചെയ്യണമെങ്കിൽ സാധനം വെച്ചതിന് സെയിം സംഭവം തന്നെ നടത്തുക. അപ്പൊ നമുക്ക് വലിയ അളവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് താഴെ വയ്ക്കാം. അതായത് കൂടുതൽ ചെയ്യുമ്പോൾ ഇരുന്ന് ചെയ്യാം. ഇന്ന് ചെയ്യണം. അങ്ങനെ ഈ സൈഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് ഫിറ്റ് ചെയ്താൽ ഇരുന്ന് ചെയ്യണമെങ്കിൽ ഈ സൈഡിൽ ഫിറ്റ് ചെയ്യാം. ആവശ്യം കഴിഞ്ഞ് നമ്മൾ എടുത്തു. നമുക്ക് ഇറച്ചിയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു കത്തി, നല്ല ബലമുള്ളതും നല്ലൊരു പിച്ചാത്തി ഉണ്ടാക്കണം. കശാപ്പ് കത്തി എന്ന് പറയുന്നത് നല്ല ഹെവി കത്തിയാണ്. അത് നമ്മളിങ്ങനെ എടുത്തിട്ടതിന് ശേഷം ഇറച്ചിയൊക്കെ നമുക്കുണ്ട് എങ്ങനെ വെച്ചിട്ടുണ്ടോ സുഖമായിട്ട് ഇങ്ങനെ കണ്ടിച്ച്. അതായത് നമ്മളിങ്ങനെ ഒരാളെ പിടിച്ച് കട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. മുമ്പൊക്കെ ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി പിടിച്ച് ഇങ്ങനെയാണ് ഈ അളവിൽ ചെയ്യാൻ തിരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 4 കിലോ ആയി ശരിക്കും. നല്ല ഹെവി ആയിട്ടുള്ള കത്തിയാണ് അല്ലേ? നമ്മൾ ഉലയിലുണ്ടാക്കണം, അവിടുത്തെ മേടിക്കാൻ കിട്ടില്ല. പിന്നെ ഇത് നമുക്ക് അത്യാവശ്യം വേണം എല്ലാം ഒക്കെ ഒന്ന് വെട്ടണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് വെട്ടാനും നമുക്ക് അത്യാവശ്യം നല്ല കനൽ കത്തിയാണ്. ഇനി അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വീട്ടില് ഇടിയപ്പം വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ പിടിച്ച് ഇങ്ങനെ കറക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പിടിക്കുമ്പോൾ കയ്യിലിരുന്ന് തിരി. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് വീട്ടന്മാരിങ്ങനെ ഇടിയപ്പം ഇത് പ്രശ്നമായിട്ട് വരാറുണ്ട്. നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. കയറ്റി പിടിക്കാനൊക്കെ. ഇത് ഇതിനകത്തേക്ക് ഈ സാധനം പതുക്കെ ഒരു ലിവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിവറിലേക്ക് ഇതുണ്ട് മരം ഉള്ളിൽ ഇങ്ങനെ വെച്ച് സ്റ്റക്ക് ചെയ്ത് അപ്പൊ അതിനകത്ത് കൊണ്ടാണ് അതിന് മുറുക്കി കൊടുത്താൽ അതുണ്ടോ. അതിനുശേഷം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ. സൂപ്പർ പരിപാടി അല്ലേ? ഇതിങ്ങനെ മറിച്ച് ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ടോ ഇങ്ങനെ കറക്കി കണ്ടോ. അതായത് നമ്മൾ ഇതിനെ പിടിക്കുമ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പാവാണ്ടിരിക്കും. നമുക്ക് കൈ കൊണ്ട് പിടിക്കണ്ട. ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ അതെ ഇത് ഇങ്ങനെ എളുപ്പമുണ്ട്, വളരെ എളുപ്പമാണ്. അതുപോലെ ഹെവി ആയിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ച പോലെ സ്റ്റൂളിന്റെ സൈഡിലിട്ട് അതുപോലെ ചെയ്യാം. തിരിച്ച് ഇപ്പറേ ഇത് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 6 രൂപയായിരിക്കും. 2 സൈഡിലാവുമ്പോൾ 6 രൂപ. ഇനി അടുത്ത നമുക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഇതുണ്ട് നമ്മൾ സാധാരണ കടയിൽ മേടിക്കുന്ന സംഭവം തന്നെ സ്ലൈസ് ചെയ്യുന്നത്. അതിപ്പോ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് വല്ല പച്ചക്കറിയോ മുളകോ ഒക്കെ നല്ല സൂക്ഷ്മമായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ ക്യാരറ്റോ ഇങ്ങനെ എന്ത് സാധനം നമ്മളിങ്ങനെ കണ്ടോ നമ്മളെ കയ്യിൽ തട്ടൊന്നുമില്ല ഇതില്ല. ഇല്ല, ഒരു പ്രശ്നമില്ല. അത് സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണ്ടോ. പിന്നെ പോലെ വാഴയ്ക്കോ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഉണ്ടോ. ഈ ഇത് തിരിച്ച് നമുക്ക് ആദ്യം കാണിച്ച പോലെ ഓപ്ഷൻ തിരിച്ചിരുന്നിട്ടും ചെയ്യാൻ പറ്റും. വലിയ അളവിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഇതുണ്ടോ ഈ പലക ഉണ്ടോ. ഈ പലകയിൽ നമുക്ക് ചപ്പാത്തി പലകയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചപ്പാത്തി പലകയായിട്ട് ഉപയോഗിക്കാം. ഈ പാക്കിനകത്ത് ചപ്പാത്തി പോലും കൂടെ ഉണ്ട്.
ഇതെല്ലാം കൂടെ എല്ലാം ഇതിൽ മിക്സ് എല്ലാം ഇതിനകത്ത് കൊടുക്കുന്ന പ്രോഡക്റ്റിനകത്ത് എല്ലാം ഉണ്ട്. ചപ്പാത്തി ഇതിങ്ങനെ ബോർഡായിട്ടോ? ചപ്പാത്തിയോ പൂരിയോ ആ, ഇത് ഒക്കെ നമുക്ക് ഇങ്ങനെ പരത്തുന്ന- സെറ്റാക്കി ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും. ഇത് നോക്കണ്ട, ഇത് shape നോക്കണ്ട. അറിയാലോ. ഇത് ഷേപ്പ് നോക്കണ്ട. നമുക്ക് ചപ്പാത്തി പരത്തുന്ന ബോർഡായിട്ട് ഉപയോഗിക്കാം. ചപ്പാത്തി പോലെയായിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്ത മറ്റൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഈ സാധനം തിരിച്ചു വെക്കും. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്കേജിലൂടെ നല്ലൊരു മനോഹരമായ കത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ കത്തി ഇതിൽ സെപ്പറേറ്റ് ഈ കത്തി ഇതിനകത്ത് തന്നെ വരുന്ന ഈ പാക്കേജിനകത്ത് തന്നെ ഉള്ള നമ്മൾ ഒലയിലുണ്ടാക്കിയ കത്തി തന്നെ അത് നല്ല മൂർച്ചയുണ്ട്. നമുക്ക് കട്ടിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കാം. ക്യാരറ്റോ ബീറ്റ്റൂട്ടോ അല്ലെങ്കിൽ സാമ്പാർ കഷ്ണോ അങ്ങനെ എന്ത് സാധനം പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇല്ലില്ല, പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ നമുക്ക് ഈ കട്ടിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഉപയോഗിച്ചാൽ ഇതിനകത്തൊരു ഉരുള് പോലെ ചെറിയൊരു ഭാഗമാണ്. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് ഇപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുരുമുളക് പൊട്ടിക്കണം, അല്ലെ വെളുത്തുള്ളി അരയ്ക്കണം, ഇഞ്ചി അരയ്ക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കാന്താരി പൊട്ടിക്കണം, ഒരു ചമ്മന്തി ഉണ്ടാക്കണത് ഇങ്ങനെയല്ല ഈ പൊടിക്കാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ സുഖമായിട്ടുള്ള സുഖം. പണ്ട് കാലത്ത് ചെണ്ടങ്കപ്പൊക്കെ തിന്നാനൊക്കെ വേണ്ടിയുള്ള കാന്താരിയൊക്കെ പൊട്ടിക്കണം. ഇത് തന്നെ കണ്ടോ, സുഖമായിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കുഴിഞ്ഞാൽ സൂപ്പർ ചമ്മന്തിയായി. ഇത് വലിയൊരു ഉപയോഗമാണ്. ഇത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളും ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഏകദേശം ഇത്ര ഉപയോഗങ്ങൾ നമുക്ക് ഇതിനകത്ത് വളരെ കാണിച്ച സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഇതിന്റെ ബോക്സിലെല്ലാം എല്ലാം പറ്റും. നമുക്ക് എങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് തേക്കുന്നടിയിലാണ് തീർത്തിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഏകദേശം ഒരു 5000 രൂപ വരുന്ന എല്ലാം ഉൾപ്പെടെ ഒരു 5000 രൂപ നമുക്ക് 5000 രൂപയാണ്. 5000 രൂപ ഇതിൽ വരുന്ന എല്ലാ വുഡും തേക്കാണ്. എല്ലാ വുഡും തേക്കാം. എല്ലാം തേക്കാം. പിന്നെ ഈ ബോക്സ് അടക്കമാണ് നമുക്ക് അയച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇത് ഗൾഫിലൊക്കെ പോവാണെങ്കിൽ കൊണ്ടാൻ പറ്റും. അപ്പൊ ഗൾഫ് മലയാളികളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രോഡക്റ്റ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിനു മുമ്പ് വേറൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, സ്റ്റൂളേജ് ഇതല്ലാതെ ഫിറ്റ്. സ്റ്റൂളേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റൂളിൽ ഒരു 5 ഉപയോഗങ്ങളെ വരുന്നുള്ളൂ. അത് പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, തൂക്കമൊക്കെ കൂടുതലാണ്. അപ്പൊ ഇതാകുമ്പോഴത്തേക്കും കുറച്ച് തൂക്കവും കാര്യങ്ങളും കുറവാണ്. ഗൾഫിൽ താമസിക്കുന്നവർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് സാധനം കൊണ്ടുപോകാൻ എവിടെ അടുക്കളയിൽ എവിടെ കൊണ്ടിട്ട് വാരി വലിച്ചിടണ്ട. എല്ലാവരുടെ പെട്ടിക്കകത്ത് ഒതുങ്ങാൻ പാകത്താണ് സെറ്റ്. ഇത് നമ്മൾ അടുത്ത പ്രോഡക്റ്റ് അല്ലേ? ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ? മൾട്ടി പർപ്പസ് സ്റ്റൂളും ആണ്. ഇപ്പൊ നമ്മൾ ഈ കാണിച്ച ഏകദേശം എല്ലാ ഉപയോഗത്തിലും ചെയ്യാം. ഇതൊക്കെ ഇതിന്റെ അകത്ത് വരുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇത് ഫിക്സ് ആയി വരുന്നതാണ് അല്ലേ? ഇതും തേക്കിൽ വരുന്ന തന്നെയല്ലേ? വുഡ് നല്ല ക്വാളിറ്റിയിലാട്ടോ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ? താഴെ ട്രെയിൻ വരുന്നുണ്ട് അല്ലേ? നമുക്ക് സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം. ഇത് തുറന്നു വെച്ച് നടുവൊക്കെ നല്ല ലെവലായിട്ട് മുട്ടുവേദന നടുവേദനയുള്ളവർക്ക് ഇരുന്ന് സുഖമായിട്ട് നമുക്ക് തേങ്ങ നല്ല ഷാർപ്പ് നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് അല്ലേ? അതായത് മൂവിയെ എന്താ പറയാ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? നമുക്കിത് മാത്രം വേണമെങ്കിലും അയച്ചു കൊടുക്കാം അല്ലേ? ആ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മടക്കി വെക്കാം. ഇപ്പൊ സ്റ്റൂളായി മാറി. ഓക്കെ നല്ലൊരു കത്തി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇറച്ചി കട്ട് ചെയ്യാൻ മുമ്പ് നമ്മൾ ഇറച്ചി കട്ട് ചെയ്തിരുന്ന പോലെ അല്ലേ? ഓക്കെ, വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടല്ലേ? അതെ അതെ, നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന കുട്ടികൾക്കാണേലും കൈ ഒന്നും മുറിയാണ്ട് അതെ അതെ സുഖമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പണ്ട് കട്ട് ചെയ്തിരുന്ന പോലെ അതുപോലെ തന്നെ നമുക്ക് മീൻ നോക്കാം. നല്ല ഉണക്കമീനുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കത്തി ഉണ്ട് നമ്മൾ എടുക്കില്ല, ഇന്ന് പിടിച്ചു തീർക്കാനും പാടാണല്ലോ. മീനുണ്ട് നമുക്ക് അതേപോലെ തന്നെ കൈ ഒന്നും മുറിയല്ല, ചോക്ലേറ്റ് പീസ് പോലെ കിടലിനായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും അല്ലേ? കൈ മുറിയില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി അതുപോലെ പച്ചക്കറി അരിയണം. പച്ചക്കറി എടുക്കണോ നമുക്ക് കയ്യിൽ തട്ടുന്ന പേടില്ല, കൈ മുറിയില്ല. ഇങ്ങനെയുള്ള എല്ലാ സംഭവം ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനുള്ളതാണ്. ഇതിനകത്തും വരുന്നുണ്ടാവും അല്ലേ? പിടിച്ചാണല്ലോ നമ്മൾ ഇടിയപ്പത്തിന്റെ നമ്മളിങ്ങനെ പിടിച്ചല്ലേ നമുക്ക് ഇങ്ങനെ തിരിയുന്ന പേടിയില്ല അല്ലേ? കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്ന ബുദ്ധിമുട്ടൊന്നുണ്ട്. അതും നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മടക്കി വെക്കാം അല്ലേ? നമ്മൾ പറഞ്ഞു ചെയ്യിക്കണം കേട്ടോ. നമ്മൾ ഇതിന്റെ അളവിന് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് പുറത്ത് മേടിക്കാൻ കിട്ടില്ല, പുറത്ത് മേടിക്കാൻ കിട്ടില്ല. തന്നെ ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് പച്ചക്കറി ഇപ്പൊ നമ്മൾ കാണിച്ചതൊക്കെ ആ സൈഡിലാണ് അല്ലേ? ആ സൈഡിലാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിത് കാണിച്ചത് പച്ചക്കറി അരിയാനല്ലേ? നമുക്ക് ഇരുന്നുകൊണ്ട് ക്യാരറ്റൊക്കെ ജസ്റ്റ് അങ്ങ് നീക്കി കൊടുത്ത് താഴെ ഒരു ഇവിടെയും 2 സൈഡിൽ ഇത് വരുന്നുണ്ട് അല്ലേ? 2 സൈഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വെച്ച് വരിക നമുക്ക്. പിന്നെ ഇതിന് 2 സൈഡ് നമുക്ക് മാറി ഉപയോഗിക്കാവുന്നതാണ്. തിരിച്ചും വെക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ഇതിങ്ങനെ ഇവിടെ ഇങ്ങോട്ട് സാധാ നമ്മളുടെ സ്ലൈസർ ഇതിന്റെ അകത്ത് വെച്ച് നമുക്ക് സ്ലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല്ലേ? സാധനം ഇത് ഉള്ളിലോട്ട് കയറ്റി വെക്കാം. വലിച്ചൂരി എടുക്കാം അല്ലേ? നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഓക്കെ, 2 സൈഡിലേക്ക് ഒരു ട്രെയിനാണ് വരുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി
ഇങ്ങനെ വെക്കുകയും ചെയ്യാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നല്ലേ. ഇപ്പൊ നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ അത് നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, ഇതൊക്കെ എന്താ ഇതിന്റെ അടുത്തൊരു സ്പാനറൊക്കെ? സ്പാനറാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴേ ഇതിന്റെ ചെറിയ ലൂസ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് തന്നെ വേറൊരിടത്ത് പോകണ്ട, നമുക്ക് തന്നെ സാധനം ടൈറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, ഈ നെറ്റിന്റെ സെയിം സൈസിലുള്ള ഒരു സ്പാനർ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതെന്താ ഇറച്ചിയൊക്കെ നോക്കി കഴിയുമ്പോഴേ ഇത് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് വെക്കാനും പറ്റും. ഇത് പിന്നെ അരവാണ്, മൂർച്ച പോയിട്ടുണ്ടല്ലേ ഇതിന്റെയൊക്കെ മൂർച്ച ഇനി കുറഞ്ഞു. ഇപ്പൊ നമ്മള് ഓൾറെഡി നല്ല പല്ല കൊടുത്തിരിക്കുന്നത്, നല്ല വീതിക്ക് ചെയ്തിട്ടുണ്ട്. പോയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് നമുക്ക് തന്നെ മൂർച്ച കൂട്ടാം. ഇതിലൊരു അച്ചും കൂടെ വരുന്നുണ്ട്. ഇടിയപ്പത്തിന് ഇത് നമ്മൾ ഇത്ര സെറ്റ് ആയിട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. സെറ്റ് ആയിട്ടാണ് ഇതിൽ ഇടിയപ്പത്തിന്റെ സെറ്റും വരുന്നുണ്ട്. നമ്മൾ ആ ബോക്സിലും വരുന്നുണ്ടോ ഇടിയപ്പത്തിന്റെ സെറ്റ്? ഇതെല്ലാം സെറ്റ് ആയിട്ടാ വരുന്നത്. നമുക്ക് ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്? ഇത് ഫുള്ള് തേക്കിൽ തീർത്തേക്കുന്നതാണ്. ഫുൾ തേക്കാണ്. ഫുള്ള് തേക്കാണ്. ഓക്കെ, 8500 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. തേക്കിലാണെങ്കിൽ വരുന്നത്. കൊറിയർ ചാർജ് വേറെയാണ്. ഓക്കെ, എവിടെയാണെങ്കിലും കൊറിയർ ചാർജ് എങ്ങനെയാണോ വരുന്നെങ്കിൽ. സെപ്പറേറ്റ് ആൾക്കാർ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. നമുക്ക് ഇത് വുഡ് ഇതല്ലാതെ വരുന്നുണ്ടോ വേറെ? ഇത് സെയിം തന്നെ ആഞ്ഞിലിയുടെ ചെയ്തേക്കണം. ആഞ്ഞിലി വുഡിൽ ചെയ്തിട്ടുള്ള അല്ലേ. സൈസ് ഒരു ചെറിയ വ്യത്യാസമുണ്ട്, കുറച്ച് ചെറുതാണ് അല്ലേ. പിന്നെ രണ്ടും സെയിം തന്നെയാണ്. ഇതാകുമ്പോൾ കുറച്ചൊരു വില കുറവാണ്. ആഞ്ഞിലിയിൽ ചെയ്തേക്കണം. ആഞ്ഞിലിയാണ് ഇതല്ലേ. ഓക്കെ, സെയിം സംഭവം തന്നെ വരുന്നല്ലേ. കുറച്ച് സൈസ് കുറയും, വുഡ് വ്യത്യാസം വരുന്നത്. ഇത് എങ്ങനെ പ്രൈസ് വരുന്നത്? 5000 രൂപയാണ് വില വരുന്നത്. 5000 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ചാർജ് എക്സ്ട്രാ എക്സ്ട്രാ വരും. നമ്മൾ എല്ലാ സംഭവം അയച്ചു കൊടുക്കും, കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഇത് നമുക്ക് സാധാ ചെലവ് അല്ലേ. ഇതും വുഡ് തേക്കാണോ ഇത്? അല്ല, ആഞ്ഞിലിയിൽ വരുന്നതാണ്. ഏകദേശം ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവം തന്നെ വരുന്നില്ലേ. നമ്മുടെ അടുക്കളയിലെ കബോർഡിൽ സൈഡിലോട്ട് സൈഡിൽ ഇങ്ങനെ. നല്ല നല്ല സ്മൂത്ത് ആയിരുന്നുള്ളൂ അല്ലേ. പാത്രം വെച്ചിട്ട് നമുക്ക് നിന്നിട്ട് തന്നെ ചെലവാൻ പറ്റും അല്ലേ. ആൾക്കാർക്ക് ആ സാധനങ്ങളൊന്നും വേണ്ട, എല്ലാ ഫംഗ്ഷൻസും വേണ്ട, ചെലവ് മാത്രം. ഇത് മാത്രം മതിയെങ്കിൽ. ഓക്കെ, ഇത് എത്ര വരുന്നത്? ഇതിന്റെ പ്രൈസ് 500 രൂപ. 500 രൂപയാണ് വരുന്നത്. നമുക്കിപ്പോ കൊറിയർ ചാർജ് വേറെയാണ് വരുന്നത്. പിന്നെ അത് ഇത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യം കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്ന പിള്ളേർക്കാണെങ്കിൽ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റും, എടുത്തു വെക്കാനൊക്കെ പറ്റൂല്ലേ. ഓക്കെ ഓക്കെ. വെയിറ്റും കുറവാണല്ലേ. മറ്റേ ഇരുമ്പിന്റെ വരികയാണെങ്കിൽ നമ്മളത് എന്താ പറയാ റാക്കിൽ ഫിറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മളെ മൊബൈൽ ഫോൺ സ്റ്റാൻഡില്ലേ, വുഡിലല്ലേ. കൈ കൊണ്ട് നമുക്ക് കിച്ചണിലൊക്കെ പണിയും ചെയ്യാം. പ്ലാസ്റ്റിക്കിന്റെ നമ്മൾ കണ്ടുള്ളൂ. ഇത് ശരിക്കും നല്ല തേക്കും തടി തീർത്തേക്കുന്നതാണ്. പിന്നെ വരുന്ന ചിരട്ടപ്പുട്ട്, നമ്മള് സ്റ്റീൽ പുട്ടാണ് എല്ലാരും, സ്റ്റീമർ പുട്ട് സ്റ്റീൽ പുട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ കുക്കറിന്റെ മുകളില് പുട്ടുണ്ട്, സാധാരണ തന്നെ ചിരട്ട കൊണ്ട് കുക്കറിന്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ പറ്റും. മാറ്റിട്ട് കയറ്റി വെച്ച് കൊടുക്കാം. ഇത് വരുന്ന കീ ഹാങ്ങർ ആണ്. കീ ഹാങ്ങർ. അതെ, ഓക്കെ ഓക്കെ. ഹാങ്ങേഴ്സ് വുഡിൽ വരുന്നല്ലേ. ഓക്കെ, അതിൽ തന്നെ വേറെ ഇതൊരു കീ ഹാങ്ങർ തന്നെ. ഇത് പിന്നെ കുറച്ചുകൂടെ എണ്ണം കൂടുതലുണ്ട്. അത് ഹാങ്ങർ തന്നെ. ഇത് എത്ര വരുന്നത്? ഈ ഒരു പത്തിരി ഇത് വരുന്നത് പത്തിരി ചപ്പാത്തി ഒക്കെ 600 രൂപ അല്ലേ. ഇതെന്തോട്ടാ? പ്ലാവില് ചെയ്തിട്ടുള്ള അല്ലേ. ഇതെന്ത് സംഭവം? പീഠം. ഹിന്ദുസിന് വിളക്ക് വെക്കാനുള്ള പീഠമായിട്ട്, നിലവിളക്ക് വെക്കാനുള്ള പീഠമായിട്ട് ഉപയോഗിക്കാം. ഫ്ലവർ പോട്ട് വെക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള എല്ലാ സംഭവത്തിനും ഉപയോഗിക്കാം. ഫുള്ള് തേക്കാണല്ലേ. 2500 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. തേക്കായത് കാരണം ഉള്ള ഒരു വിലയാണല്ലേ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടോ, ആവണിപ്പലക എന്ന് പറയും. പൂജാതി ഹിന്ദുസിനൊക്കെ ഹോമങ്ങള് പൂജകൾ ചെയ്യാൻ വേണ്ടി നല്ല പ്ലാവാണ്, വരിക്കപ്ലാവിന്റെ തടിയിൽ ചെയ്തിട്ടുള്ള പീഠമായിട്ട് ഹോമങ്ങളൊക്കെ ചെയ്യുന്നത്. പ്ലാവിന്റെ ആണ് ആവണിപ്പലക വരുന്നത്. നമ്മുടെ ഇപ്പൊ നിലവില് തേക്കിന്റെ ആണ് ഉള്ളത് അല്ലേ. ഓക്കെ, ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? 1050 രൂപ അല്ലേ. ഓക്കെ, ഇതെന്താ സംഭവം? ഇത് സാധാ പലക. ഇരിക്കുന്ന ഞങ്ങള് പലക എന്ന് പറയും. ഇതെന്താ സംഭവം? ഫ്ലവർ ബാസ്കറ്റ്. ഇതിങ്ങനെ. ഓക്കെ ഓക്കെ. ഇത് ഒറ്റ ഇതിലാണല്ലേ. ഓക്കെ ഓക്കെ. സൂപ്പർ സംഭവം. അതെ, കൊടുക്കാൻ പറ്റുന്ന അടിപൊളി കിറ്റായിട്ട് ഉപയോഗിക്കാം അല്ലേ. ഓക്കെ ഓക്കെ. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മടക്കിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണല്ലേ. 1200 രൂപ അല്ലേ. ഓക്കെ, ഇതൊരു നല്ല സൂപ്പർ സംഭവം കേട്ടോ. എന്ത് വേണമെങ്കിലും റീഡിംഗ് സ്റ്റാൻഡ്. ഓക്കെ ഓക്കെ. ഇത് എത്ര വരുന്നത്? 500 രൂപ അല്ലേ. ഇത് തേക്കാണോ? നമ്മുടെ തവിയാണ്. ഇത് നമ്മുടെ ട്രഡീഷണൽ മോഡല് ചിരട്ടത്തവിയാണ്. ചിരട്ടത്തവി ചില ആൾക്കാർ പഴയ ടൈപ്പ് റിബേറ്റ് ഒന്നും വെച്ചത് വേണ്ട, നമുക്ക് തുളച്ചിടുന്ന തന്നെ വേണം. കയ്യിലെന്ന് പറയും, കരണ്ടി എന്ന് പറയും. പാലക്കാട് കരണ്ടി എന്ന് പറയും. സെറ്റാണ്.
ഓക്കെ. ഇത് ഇങ്ങനെ ഒരു സെറ്റ്. അത് എത്ര പീസ് അതില്? 500 രൂപയാണ് ഈ set. 500 രൂപ. ഇത് നല്ല ഒറിജിനൽ ചിരട്ടയിൽ ചെയ്തിട്ടുള്ള അല്ലേ? എത്ര പീസ് അത്? 5 പീസ്. ഇത് നമ്മൾ എലിനെ പിടിക്കുന്ന അല്ലേ? ഓക്കെ. വുഡിൽ വരുന്ന അല്ലേ? ഇത് എത്ര വരുന്നത്? ഇത് വരുന്നത് 500 രൂപയാണ്. 500 രൂപ. മരത്തിലുള്ള എലിക്കണി അല്ലേ? ഇത് ഹണി ബോക്സ് എന്ന് പറയും. ചെറിയ ചെറുതേനീച്ച ഉണ്ടല്ലോ വീട്ടിലെ സ്പോട്ടിനൊക്കെ എടുത്തിരിക്കുന്നത്, തറയിൽ വന്നിരിക്കുന്ന ചെറിയ ഈച്ചേനെ പിടിക്കുന്ന ഒരു ബോക്സ് ആണ്. ഇത് വെച്ചു കൊടുത്താൽ മതി അല്ലേ? മെയിൻ സ്വിച്ചിന്റെ ഇവിടെ ഒന്നും ഇരിക്കൂല, അവരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങോട്ട് കൊണ്ട് നമ്മൾ ഇതങ്ങ് ഫിക്സ് ചെയ്യും. ഈ പൈപ്പ് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ അവർ ഇതിലേ കയറി ഇതിനകത്തോട് കയറി ഇവിടെ നമ്മൾ ഇതങ്ങ് തട്ടി കളഞ്ഞാൽ മതി. അപ്പൊ അവർ ഇതിലേ കയറി ഇതിലേ ഇങ്ങോട്ട് ഇറങ്ങി പോകും. കഴിയുമ്പോൾ അവർക്ക് ഈ ട്യൂബിലൂടെയുള്ള വരവ് ഭയങ്കര ബുദ്ധിമുട്ടായി കഴിയുമ്പോൾ അവർ ഇതിനകത്ത് തന്നെ വന്ന് കൂട് ഇതിനകത്ത് തന്നെ മാറും. അവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് 6 മാസം കഴിയുമ്പോൾ മൊത്തം അവരുടെ ഇത് വെച്ചിങ്ങോട്ട് അപ്പൊ കൂട് ഫുള്ള് ഇതിനകത്തായി മാറും. എത്രയാ വരുന്നത്? ഇത് വരുന്നത് 550 രൂപ. ഇതെന്ത് സംഭവം? ഇത് തേക്കിന്റെ രൂപക്കൂടാണ്. രൂപക്കൂട് ക്രിസ്ത്യൻസിനുള്ള അല്ലേ? ഓക്കെ. അത് ഇവിടെ 2 അടിയുടെ രൂപം, ഇവിടെ 2 സൈഡിലും 1.5 അടിയുടെ രൂപം. ഓരോ രൂപങ്ങൾ വെക്കാൻ പറ്റൂല്ലേ? ഓക്കെ. ഇത് നമ്മുടെ വീട്ടിന്റെ അകത്ത്. ഇത് എങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന് 13,500 തേക്കാണ്. 13,500 ഫുൾ തേക്കാണ് അതല്ലേ? ഇതൊക്കെ എന്താ സംഭവം? ഇത് നമ്മള് അടപലക എന്ന് പറയും. പഴയ കാരണന്മാരുള്ള വീട്ടിലറിയാം, ചോറ് അടുപ്പത്ത് കാർത്ത് കഴിയുമ്പോ കഞ്ഞി അടുപ്പത്തൂന്നേ ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിട്ട് വെള്ളം ഊറ്റിയെടുക്കുന്നല്ലേ? നമുക്ക് കവി ഇങ്ങനെ വെക്കുകയും ചെയ്യാം. അതൊരു ഉപയോഗമുണ്ട്. ഇത് ശരിക്കും ഒരു മൾട്ടിപർപ്പസ് ആണ്. ഇവിടെ വെച്ച് നമ്മൾ വെള്ളം മറക്കാം, ഇവിടെ വെച്ച് നമുക്ക് മുളക് പൊട്ടിക്കാം, തിരിച്ച് പച്ചക്കറികൾ ചമ്മന്തി ഒക്കെ ഇതാക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് കട്ടിംഗ് ടേബിൾ ആയിട്ടും കട്ടിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കാം. കട്ടിംഗ് ബോർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വുഡിന്റെ കട്ടിംഗ് ബോർഡ് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് വരിക്കപ്ലാവിന്റെ കടയിൽ ചെയ്തേക്കാം. വരിക്കപ്ലാവിൽ ഇത് എത്ര പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 500 രൂപയാണ്. 500 രൂപ വരുന്നുള്ളൂ. ഇത് ശരിക്കും പഴയത് ഒന്നും പോകാനില്ലല്ലോ, കെമിക്കലും അല്ല. അപ്പൊ ഇതിന് 3 ഉപയോഗങ്ങളാണുള്ളത്. കട്ടിംഗ് ബോർഡ് ആകാം, മുളക് പൊട്ടിക്കാം, വെള്ളം മാർക്കാൻ പറ്റൂലേ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സംഭവം വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഓൺലൈൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഓൺലൈൻ ആയിട്ടാണ് സംഭവം. ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഇവർ നമുക്ക് ഡയറക്റ്റ് കൊറിയർ അയച്ചു തരും. അതല്ലെങ്കിൽ ആമസോൺ ത്രൂ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. ET വുഡ് ഇൻഡസ്ട്രീസിന് ആമസോണിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിനടുത്തുള്ള ഏകദേശം 50ഓളം പ്രോഡക്റ്റ് നമുക്ക് ആമസോണിൽ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് സ്ഥാപനത്തിന്റെ ഓണർ. നമ്മൾ മെയിനായിട്ട് എന്താ നമ്മൾ വർക്ക് വരുന്നത്? മെയിനായിട്ട് എനിക്ക് വീടിന്റെ കൺസ്ട്രക്ഷൻ മരമായിട്ട് ബന്ധപ്പെട്ട മരപ്പടി ജോലികളൊക്കെ തന്നെയാണ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. ബേസിക്കലി ഞാൻ കാർപ്പൻ്ററാണ്. ഇത് വൈഫിന്റെ സംരംഭമാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. അതെ, നമ്മൾ തന്നെയാണ്. നമ്മളിത് കണ്ടുപിടിച്ച് നമ്മൾ തന്നെ ചെയ്യുന്ന സംഭവങ്ങളാണ് അല്ലേ? നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവരുടെ ഷോപ്പിൽ വേണമെങ്കിൽ അങ്ങനെ വന്ന് വാങ്ങിക്കാൻ പറ്റും. സ്ഥാപനമുള്ളത് തൊടുപുഴയിൽ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏറ്റവും ബെസ്റ്റ് ഓൺലൈനായിട്ട് വാങ്ങിക്കായിരിക്കും. ക്വാളിറ്റിന്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. നല്ല പക്ക ഒറിജിനൽ തേക്കിന്റെ തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. ധൈര്യമായിട്ട് വാങ്ങിക്കും. അപ്പോൾ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.